നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ ഫുഡ് ഫെസ്റ്റ് നടത്തി. പരിപാടി പുലരി ഹോട്ടലിന് സമീപമുള്ള ഹരിശ്ചന്ദ്ര വി മിൽ ഗ്രൗണ്ടിൽ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ ആകർഷകമായിട്ടുണ്ട്, രുചികരമായിട്ടുണ്ട്, ആസ്വാദികരമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ സഹോദരിമാരും അമ്മമാരും ഇഷ്ടപ്പെട്ടവരെല്ലാം തന്നെ ശ്രമിച്ചാൽ വളരെ രുചികരമായ ആരോഗ്യദായകമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഇന്നത്തെ രുചികരമായ ഭക്ഷണം. ചെറിയ മക്കൾ വരെ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങനെ മാത്രമല്ല ഒരു അത്ഭുതകരമായ നിലയിലുള്ളതാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. 13 വർഷം മുന്നേ രൂപീകരിച്ച കൂട്ടായ്മയാണ് കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ. ഇത് 2ാം തവണയാണ് ഫുഡ് ഫെസ്റ്റിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി ഭംഗിയായി നടത്തുന്നതും. വിവിധ വീടുകളിൽ നിന്നും രുചിവൈവിധ്യം നിറഞ്ഞതും സ്വാദിഷ്ടവുമായ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സ്റ്റാളിൽ വിൽപ്പന നടത്തുന്ന രീതിയിലാണ് ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത്. 20ഓളം സ്റ്റാളുകളും 100ലധികം വിഭവങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു. ഒരു ചെറിയൊരാളെ നടത്തുന്ന ഒരു സ്റ്റാളിൻ്റെ ഇവിടെ പറ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്? ന്യൂട്രിമിക്സ് ഉണ്ട, ഉപ്പിലിട്ടത്. എന്തത്? ഉപ്പിലിട്ടത്. അതെന്താ? ഉപ്പിലിട്ട ക്യാരറ്റ് അല്ലേ? ഓക്കെ. കസ്കസിന്റെ സ്ക്വാഷ്, കോളിഫ്ലവർ ഫ്രൈ, പായസം, കട്ട്ലറ്റ്. ഇതൊക്കെ അമ്മയാണോ ഉണ്ടാക്കി തന്നെ? അല്ല, നീ തന്നെ ആക്കിയത്? ഓ, അടിപൊളി, സൂപ്പർ സൂപ്പർ. ഫുഡ് ഫെസ്റ്റിൽ നിന്നും കഴിക്കാനും പാർസൽ ചെയ്ത് വാങ്ങാനുമുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. ചടങ്ങിൽ കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മനോജ് CK, പ്രസിഡന്റ് വിനുഭായ് പ്രഭാകരൻ, ജോയിന്റ് സെക്രട്ടറിമാരായ കാരായി ദിവാകരൻ, മഞ്ജുള, വിശാലാക്ഷൻ, ട്രഷറർ ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റുമാരായ അജയ് PP, വസുമതി ദാമോദരൻ എന്നിവരും പങ്കെടുത്തു. എല്ലാ വീടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നാടൻ നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹോദരിമാർ ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിൻ്റെതായ രുചിയുണ്ട്, ആകർഷകത്വമുണ്ട്, ആസ്വാദ്യതയുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ പ്രത്യേകത. വീട്ടുകാരെ കക്കാട് സർ മുഴുവൻ ഈ കുട്ടി ഉണ്ടാക്കിയ സാധനങ്ങളായത്. എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്? എത്ര സമയം എടുത്ത് ഉണ്ടാക്കാൻ? നോക്കിയതാ, ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാ? അരിയുണ്ടേ? ശരിക്കും പറയുന്നത് ന്യൂട്രിമിക്സ് ഇതെല്ലാം ഇതിൽപ്പെട്ടതാ? ന്യൂട്രിമിക്സ് പെട്ടതാ? ഇത് ഉപ്പിലിട്ടത്, നെല്ലിക്ക നല്ലതാ. എന്താ പായസ? ചപ്പാത്തിയാ? സ്നേഹക്കൂട്ടായ്മയും സഹകരണവും ഉറപ്പുവരുത്തുകയാണ് ഇത്തരം ഫുഡ് ഫെസ്റ്റുകളിലൂടെ പ്രധാന ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ കക്കാട് റെസിഡൻസ് അസോസിയേഷൻ്റെ വകയാണ്. ഇവിടുത്തെ ഫുഡൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് ഈ ചെറിയ പ്രായത്തിലൊക്കെ കേട്ടിട്ടില്ലേ, വായിൽ കപ്പലോടുക എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇത് സംഘടിപ്പിച്ച സംഘാടകർ നമ്മുടെ ഒപ്പം ഉണ്ട്. അവർ തന്നെ പറയട്ടെ ഇതിൻ്റെ ഒരു ടേസ്റ്റും കാര്യവും ഏതൊക്കെ രീതിയിലാണ്. കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ്റെ അഭിമാനമുഹൂർത്തമാണിന്ന്. ഞങ്ങൾ നടത്തുന്ന 2ാമത്തെ ഫുഡ് ഫെസ്റ്റിവലാണിത്. നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 13 വർഷത്തോളമായി. പിന്നെ ഇന്ന് ഇവിടെ നമ്മുടെ പ്രദേശത്തുള്ള വീടുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത രുചി വൈവിധ്യം നിറഞ്ഞതും സ്വാദുള്ളതുമായ ഒട്ടേറെ വിഭവങ്ങൾ ഇവിടെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് ഇവിടെ വന്ന് ഭക്ഷിക്കുകയും അതേപോലെ തന്നെ പാർസലാക്കി കൊണ്ടുപോകാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം സ്റ്റാളുകൾ ഇവിടെ ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് പിന്നെ നല്ലവണ്ണം എല്ലാവരും, അതുപോലെ തന്നെ മറ്റുള്ള കലാപരിപാടികളും ഇവിടെ നടക്കുന്നതായിരിക്കും. ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ വെറും ഇങ്ങനെയൊരു ഭക്ഷ്യമേള സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു സ്നേഹക്കൂട്ടായ്മ ഇതിലൂടെ
അതുപോലെ തന്നെ സഹകരണവും ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം. ഇപ്പോൾ ഞങ്ങളുടെ പിന്നെ പ്രധാനപ്പെട്ട മെമ്പർമാർ, എക്സിക്യൂട്ടീവ് മെമ്പർമാരടക്കം പലരും ഇതിൻ്റെ പിന്നിൽ പിന്നെ സ്റ്റാൾ എടുത്തിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കക്കാട് സെൻട്രൽ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ശ്രീമതി ബിനുവായി പ്രഭാകരൻ. അവർ ആഡ് ചെയ്തിട്ട് കുറച്ച് സംസാരിക്കുന്നതായിരിക്കും. മാഡം പറയൂ, ഇതാ ഇപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുമ്പോഴേ തന്നെ കേക്കിൻ്റെ ഒക്കെ മണടിക്കുമ്പോഴത്തേക്ക് അങ്ങ് എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഉണ്ട്, നല്ല രുചിയുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണല്ലോ. അപ്പം അതിൽ മായമൊന്നുമില്ല, മായമൊന്നും ചേർക്കാത്തതാണ്. അപ്പം എല്ലാവരും നല്ലൊരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ വീട്ടിൽ നിന്ന് ഓരോ ആൾ സെപ്പറേറ്റ്, ഓരോ ആളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. അല്ലാതെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു സാധനവും ഇതിലില്ല, എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതിപ്പം 18 സ്റ്റോളുണ്ട് നമ്മളത്. 18 സ്റ്റോളിലും എല്ലാവരും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന സാധനം. വെറൈറ്റി ആയിട്ട് ജ്യൂസസ് ഒക്കെ ഉണ്ട്. ജ്യൂസ് ഉണ്ട്, സർബത്ത് എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതും വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെ, എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെ. 9:30 മണി വരെ, 5 മണി മുതൽ 9:30 മണി ഉണ്ടാവും. ഇഷ്ടംപോലെ ഈ ചുറ്റുപാടിലെ ആൾക്കാർക്കെല്ലാം നല്ലൊരു ഇതാണ്. 2018 ആദ്യം നടത്തിയത്. ഇതേപോലെ തന്നെ അതും നന്നായി നല്ലവണ്ണം വിജയിച്ചൊരു ഫുഡ് ഫെസ്റ്റിവലാണ്. അപ്പം എന്തായാലും ഇത് ഒന്നും കൂടി നടത്തുന്നിട്ട് നമ്മൾ അസോസിയേഷൻ ഇതിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇപ്പം നിയറസ്റ്റ് ഒരു 10 ദിവസത്തിന് മുന്നേ തീരുമാനിച്ചതേ ഉള്ളൂ. നല്ലൊരു കൂട്ടായ്മയാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ. എല്ലാ പരിപാടികളും നടത്തുമ്പോൾ നമുക്ക് നല്ലൊരു കൂട്ടായ്മയാണ്. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.